go back and change a bad beginning, but anyone can start a new beginning and a new successful ending. നമുക്കാർക്കും നമ്മുടെ ജീവിതം പിറകോട്ട് പോയിട്ട് തിരുത്തി എഴുതാൻ കഴിയില്ല. പക്ഷേ ഒരു പുതിയ സ്റ്റാർട്ടപ്പ്, ഒരു പുതിയ ജീവിതം നമുക്ക് ഇന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഇത് ഞാൻ പറയാൻ കാരണം, കുറച്ചു മുമ്പ് മാധ്യമ പത്രത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയണ്ടായി. മൈക്കിൾ ഫ്രെഡ് ഫെലിപ്സ് രണ്ടാമൻ. സ്വർണ്ണ മത്സ്യം എന്ന തലക്കെട്ടോടു കൂടിയായിരുന്നു അദ്ദേഹത്തെ വിവരിച്ചത്. അതിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വിവരിച്ചത് പല മോശപ്പെട്ട പോസ്റ്റുകളിലൂടെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന പ്രത്യേകതരം രോഗം ബാധിച്ച് അദ്ദേഹം ഇനി ജീവിതത്തിൽ ഒരു വിലയുമില്ലാതെ നടന്നിരുന്ന, ആത്മഹത്യ ചെയ്താലോ എന്ന് തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് അദ്ദേഹം ചരിത്രം മാറ്റി തിരുത്തി എഴുതി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ കഴിഞ്ഞ കാലങ്ങളിലൂടെ ആയിരുന്നില്ല. അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹം നേടിയെടുത്ത പുതിയ കാലങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം 150ഓളം രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് ഒളിമ്പിക്സ് മെഡലുകളുടെ എണ്ണം നോക്കും. അതായത് അദ്ദേഹം ഒറ്റയ്ക്ക് നേടിയെടുത്ത സ്വർണ്ണ മെഡലുകളെ സംബന്ധിച്ചിടത്തോളം 150ഓളം രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് നമുക്കാർക്കും പിറകോട്ട് പോയിട്ട് നമ്മുടെ ചരിത്രം തിരുത്തി എഴുതാൻ കഴിയില്ല. നമുക്ക് ഇനിയൊരു പുതിയ ജീവിതം വേണമെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങാം. അതുകൊണ്ട് ഹൗ വാസ് യുവർ ലൈഫ് യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ എങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ഇന്ന് എങ്ങനെയാവണം, നാളെ എങ്ങനെയാവണമെന്ന് നിങ്ങൾക്ക് ഇന്ന് തീരുമാനം.